ഹലോ. ഇന്നലത്തെ പണി കിട്ടിയ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന എട്ടിൻ്റെ പണി കിട്ടിയ യാത്ര. രാവിലെ തന്നെ ആൻറ്റി ഉണ്ടാക്കിയ പുട്ടും കടലും കഴിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്നലെ ചെറിയൊരു പണി കിട്ടിയ കാരണം ഇന്നെങ്കിലും വണ്ടി ഒന്ന് റെഡിയാക്കണമെന്ന് കരുതിയ നേരത്തെ തന്നെ ഇറങ്ങി. ഒരു 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും ഷോറൂമിലേക്ക് എത്തി. ഇറങ്ങും മുമ്പ് അവരെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. യൂഷ്വലി അവർ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ നേരെ കസ്റ്റമർ ലോഞ്ചിൽ പോയിരുന്നു. അതിനകത്ത് ക്രിസ്ത്യാനോയെ അടക്കി ഇരുത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അവനവിടെ ഇരുന്ന് ഓരോന്നൊക്കെ പോയി എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് അവൻ അങ്ങോട്ട് ഓടുന്നുണ്ട്. കുറേ സമയം ഞാനും അവൻ്റെ പിന്നാലെ ഓടി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവനൊരു കൂട്ടുകാരനെ കിട്ടി. കുറച്ച് സമയം അവൻ്റെ കൂടെ അവൻ കളിച്ചു. ഞാനപ്പോഴേക്കും ഇലക്ഷൻ ന്യൂസ് കണ്ടങ്ങനെ ഇരിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരു 12:30 വരെ ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോഴേക്കും എനിക്ക് വിശന്ന് തുടങ്ങി. വിശന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യാനോയ്ക്കാൾ അലമ്പാണ് ഞാനെന്നറിയാവുന്നതുകൊണ്ട് ഇനീഷ് വേഗം എന്നെയും കൂട്ടി അടുത്തുള്ള ശരവണ ഭവനിലേക്ക് പോയി. വെജിറ്റേറിയൻ എങ്കിൽ വെജിറ്റേറിയൻ, വിശപ്പിനെന്ത് വെജും നോൺ വെജൊക്കെ. വിശന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. അല്ലെങ്കിലും വിശപ്പിനെന്ത് വെജും നോൺ വെജും ഒക്കെ അല്ലേ. അവിടുന്ന് ഒരു 7 തരം കറിയും പായസവും കൂട്ടി ഊടങ്ങ് കഴിച്ചു. ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിക്കഴിച്ച് തിരികെ ഷോറൂമിലേക്ക് എത്തി. പക്ഷെ അപ്പോഴും നമ്മുടെ വണ്ടി അവിടെ നനങ്ങിയിട്ടില്ല. വേഗം വണ്ടി എടുത്ത് അവിടെ നിന്ന് പോന്നു. ഇനി അവിടെ നിന്നാൽ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അടുത്ത് തന്നെയുള്ള VTG ഹുണ്ടായിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 1.5 മണിക്കൂറിനകത്ത് വണ്ടി സ്കാൻ ചെയ്ത് റെഡിയാക്കി അവർ കയ്യിൽ തന്നു. നമ്മൾ വേഗം വണ്ടിയുമായിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പള്ളുരുത്തിയിലുള്ള ഒരു കുഞ്ഞു കടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കടികളും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. യാത്രകളെ പ്രണയിച്ച എനിക്ക് ഇതൊരു 8ൻ്റെ പണി തന്നെയായിരുന്നു.